ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ ബാക്കി എന്താണ് എന്ന് അറിയണ്ടേ? അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക. അപ്പോൾ ഇന്നലത്തെ ബാക്കി കഥ എന്താണെന്ന് ഞാൻ പറയാം. അനുവിനോട് നിഷയുടെ അച്ഛൻ പറയാണ്, നിഷയുടെ മൂത്ത മോളെ പറ്റിയാണ് പറയുന്നത്. അതായത് ഇപ്പോൾ കേൾക്കുമെന്ന് പറഞ്ഞാൽ അവൾക്ക് വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത് എന്ന്. അപ്പം നിഷയുടെ അമ്മ പറയുന്നത് അതേപ്പറ്റിയൊന്നും മോനോട് പറയണ്ടാന്ന്. അപ്പം മനു പറയാണ് പറയാത്തതാണ് നല്ലത്. ഇതേപ്പറ്റി പറയുന്നത് കേൾക്കുന്നതൊക്കെ എനിക്ക് വലിയ വിഷമമാണ്. അമ്മയുടെ മൂത്ത മോൾ ഒളിച്ചോടിപ്പോയപ്പോൾ ആ കുഞ്ഞിന് അച്ഛനില്ലാതാകുമെന്ന് അമ്മ ചിന്തിച്ചില്ലല്ലോ. ആ കുഞ്ഞിൻ്റെ കാര്യ കഷ്ടം. പോട്ടെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? മനു നിഷയെ ഒന്ന് നോക്കിയിട്ട് ചായ കപ്പെടുത്ത് കുടിക്കുകയാണ്. അപ്പം നിഷയുടെ അമ്മ നിഷയുടെ ചെവിയിൽ സുകാര്യം പറയുകയാണ്, നിൻ്റെ ഭാഗ്യമാണ് മോളെ. ഇതുപോലത്തെ ഒരു പയ്യനെ മഷിയിട്ട് നോക്കിയാൽ കാണൂല. നിൻ്റെ ഭാഗ്യമാണ് ഇവനെ കിട്ടുന്നത്. അപ്പം മനുവിൻ്റെ കുരുട്ട് ബുദ്ധിയിൽ വേറെന്തോ ആലോചിക്കുകയാണ്. അപ്പം അമ്മ ചോദിക്കുന്നു, മോൻ എന്താ ആലോചിക്കുന്നതെന്ന്. എനിക്ക് ഈ വിഷമിപ്പിക്കുന്ന കാര്യം കേട്ടാൽ ഭയങ്കര വിഷമമാണ്. ഞാൻ പിന്നെ അതിലേക്കങ്ങ് വീണു പോകും. ഞാനിപ്പോൾ അച്ഛൻ്റെ മൂത്ത മോൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെക്കുറിച്ചാണ് ആലോചിച്ചത്. അവളിപ്പം ഞങ്ങളെ മനസ്സിലേ ഇല്ല മോനെ, അമ്മ പറയാണ്. അവൾ തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോയപ്പോൾ തന്നെ ഞങ്ങളെ മനസ്സിൽ നിന്ന് അവൾ ചത്തുപോയി. അതേപാടെ തന്നെ മനു ആലോചിക്കുകയാണ്, കുറച്ച് കഴിയുമ്പോൾ അമ്മയുടെ ഈ മകളും എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകും. ചുരുക്കി പറഞ്ഞാൽ 2 പെൺമക്കളും വിധവയെ പോലെ ജീവിക്കുന്നത് കാണാനാ ഈ അമ്മയുടെയും അച്ഛൻ്റെയും യോഗം. വിധിയൊന്നല്ലാതെ എന്ത് പറയാനാ. അടുത്തത് കാണിക്കുന്നത് ഷാരി വന്ന് രൂപയുടെ വീട്ടിൽ ബെല്ലടിക്കുന്നതാണ്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, എത്തിയോ? ഞാനും എൻ്റെ ഭർത്താവും മകളും കൂടി ആത്മാർത്ഥമായിട്ട് ഒന്നിച്ചെന്ന് നീ നിൻ്റെ ഭർത്താവിനോട് മോളോട് പറയാമായിരുന്നില്ലേ? ഞാൻ തോറ്റുപോയി രൂപേ. ഷാരിക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അവർ കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പം രൂപ അവരോട് പറയാണ്, നിങ്ങൾ തോറ്റിട്ട് വർഷം കുറേയായി. നീ സരയുവിനെ പ്രസവിക്കുന്നതിന് മുൻപ് തന്നെ നിൻ്റെ ഭർത്താവ് എന്ന് പറയുന്നവൻ കള്ളക്കഥകൾ ഉണ്ടാക്കി എൻ്റെ ചന്ദ്രേട്ടനോട് താലി കെട്ടിയ ബന്ധത്തെ ചന്ദ്രേട്ടനാണ് താലിയുമായി ബന്ധമുള്ളത് എന്ന് വരെ പറഞ്ഞു. അത് കേട്ടിട്ട് വിശ്വാസം വരാതെ ഞാൻ വന്നപ്പോൾ എൻ്റെ ഏട്ടനെന്ന് പറയുന്നവനും പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്ന വിധത്തിലായിരുന്നു താരയുടെ വീട്ടിലെ സംസാരം. അപ്പോൾ അവർ ഓർക്കുകയാണ് രൂപ കഴിഞ്ഞ കാലം. അതായത് അവൻ പറയുകയാണ്, നീ നിൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ പാടില്ല, അതിനെ കൊല്ലുകയും ചെയ്യരുത്. പ്രസവത്തിന് വേണ്ടിയുള്ള എല്ലാ സഹായവും ഞാൻ ചെയ്തത്. എനിക്കറിയാവുന്ന ഒരു ഹോസ്പിറ്റൽ അവിടെയുണ്ട്. അവിടുത്തെ ഡോക്ടർമാർ ചെവി അറിയാതെ നിൻ്റെ ഈ ഡെലിവറി നടത്തിത്തരും. അതിനുശേഷം നിങ്ങൾക്ക് താമസിക്കാൻ വേണ്ട സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം. എന്നിട്ട് രൂപ ഷാരിയോട് പറയാണ്, നിനക്കറിയാലോ, നിൻ്റെ ആങ്ങളയെ ഞാൻ അന്ധമായി വിശ്വസിച്ചവളാണ്. അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞത് സത്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നി. എന്നാൽ താരയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ അവനായിരിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല, നീയും. അത് കേട്ടപ്പോൾ ഷാരി പറയാണ്, എന്നാലും അയാൾ എന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ല. രൂപ ചോദിക്കുകയാണ്, സത്യത്തിൽ ആർക്കാടി വിഷം തന്ന് കൊല്ലേണ്ടത്? നിന്നെ ഇത്രയും നാൾ ഞാൻ ഏട്ടത്തി എന്നേ വിളിച്ചിട്ടുള്ളൂ, ഏട്ടത്തിയായിട്ടേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇനി അത് ഉണ്ടാവില്ല. ഏതാണ്ട് സമപ്രായക്കാരാ നമ്മൾ. നിന്നെ ഞാനിനി പേരെടുത്തേ വിളിക്കൂ. അതിനേ നിനക്ക് അർഹതയുള്ളൂ. ഷാരിയോട് രൂപ പറയാണ്, നീ എന്നെ എന്ത് വേണമെങ്കിലും വിളിച്ചോ രൂപേ. എനിക്ക് സങ്കടവും വിഷമവും സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് അയാളുടെ തലമണ്ട ഞാൻ അടിച്ചു പൊട്ടിച്ചത്. അങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് അയാളെ കൊന്നാൽ മതി, ഒറ്റയടിക്ക് അയാളെ കൊല്ലണ്ട. അയാളെ കാത്തിരിക്കുന്നത് നരകതുല്യമായ ജീവിതമാണ്. അതയാൾ അനുഭവിച്ച് തന്നെ തീരണം. സത്യത്തിൽ നീയും നിൻ്റെ ഭർത്താവും മകളും കുടുംബജീവിതം ആസ്വദിക്കുമ്പോൾ എനിക്കതെല്ലാം നഷ്ടപ്പെടുത്തിയില്ലേ? 10-25 കൊല്ലം എൻ്റെ കുട്ടികളെ അച്ഛനെ അകറ്റി നിർത്തിയില്ലേ? അദ്ദേഹം അവസാനം നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തെ സ്നേഹിച്ചതിൻ്റെ പേരിൽ എൻ്റെ മക്കളെ ഞാൻ മാറ്റി നിർത്തിയില്ലേ? മരുമോളെ മാറ്റി നിർത്തിയില്ലേ? ഇനി അവരെയൊക്കെ എൻ്റെ അരികിൽ നിർത്തണം. അവരുടെയൊക്കെ സ്നേഹം പിടിച്ചു പറ്റണം. ഇതറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആങ്ങളെ എന്ന് പറയുന്നവൻ എത്ര അവശതയിലാണെങ്കിലും എന്നെയും എൻ്റെ കുടുംബത്തെയും തകർക്കാൻ നോക്കുമെന്ന് അറിയാം. അതുകൊണ്ട് അറിഞ്ഞ സത്യങ്ങൾ നീ മനസ്സിൽ തന്നെ വെച്ചേക്കണം. അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ എനിക്കും ഒരപേക്ഷയുണ്ട്. ഒരു കാരണവശാലും എൻ്റെ സരയുമോള് അറിയരുത്. അവൾ അറിഞ്ഞാൽ അവൾ വിഷമിക്കും. അവളുടെ അമ്മ താരയാണെന്ന്. എനിക്കിനി അവൾ മാത്രമേ ഉള്ളൂ. എനിക്കതിനി എൻ്റെ മോളല്ലെന്ന് കരുതാൻ പറ്റില്ല രൂപേ. അവൾക്കും അങ്ങനെ തന്നെയാ.
അന്നെൻ്റെ ആങ്ങളെയെന്ന് പറയുന്നവൻ ഒരു ചതി ചെയ്തില്ലായിരുന്നെങ്കിൽ താരയുടെ മകളായിട്ട് തന്നെ സരയു വളർന്നേനെ. അവൾ നന്മയുള്ള കുട്ടിയായി വളർന്നേനെ. ഇപ്പം എല്ലാം പോയില്ലേ, നശിച്ചില്ലേ എല്ലാം. ഷാരി കൈകൂപ്പിയിട്ട് പറയാണ്, പറ്റിപ്പോയി രൂപേ, ഇനി ഒന്നും പറയല്ലേ, ഞാൻ ആകെ സമനില തെറ്റി നടക്കുക. ഒരിക്കൽ കൂടി അയാളെ കൊണ്ടുപോ, എന്നിട്ട് മെൻ്റൽ ഹോസ്പിറ്റലിൽ പോയിട്ട് അയാൾക്ക് ഷോക്ക് കൊടുക്കൂ. രൂപ പറയാണ്, ഒരു കാരണവശാലും അയാളിനി പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരരുത്. സ്വബോധം പോട്ടെ അയാൾക്ക് സമനിലയില്ലാതാവട്ടെ. അങ്ങനെ ഭ്രാന്തെടുത്ത് അയാൾ തീരട്ടെ, തെരുവിൽ അലയട്ടെ. അത്രയ്ക്ക് സ്വന്തം രക്തത്തെ പോലും കുരുതി കൊടുത്തവനാണവൻ. കുട്ടിക്കാലം മുതൽ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അല്ല, അവൻ്റെ ചിറകിലൊളിക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. എനിക്കൊരു ഭർത്താവുണ്ടായിരുന്നിട്ടും അവനെയാണ് ഞാൻ അദ്ദേഹത്തെക്കാൾ കൂടുതൽ സ്നേഹിച്ചത്. ഒരിക്കലും അവനെ വിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. ഒരടിമയെപ്പോലെ അവൻ പറയുന്നതൊക്കെ ഞാൻ കേട്ടു. അന്നൊക്കെ എന്നെ അവൻ സ്നേഹിച്ചത് എന്തിനാണെന്നറിയോ? കിരണും സരയും ഒന്നിക്കുമ്പോൾ സ്വത്തുക്കളെല്ലാം അവൻ്റെ മകൾക്ക് സ്വന്തമാവുമല്ലോ, അതിനു വേണ്ടി മാത്രം. നിനക്കറിയാലോ അത്? അറിയാം, എനിക്കെല്ലാം അറിയാം. എന്നിട്ട് രൂപ പറയാണ്, എന്നിട്ട് ഒരിക്കൽ പോലും സത്യം ഞാൻ അറിഞ്ഞില്ല. 25 വർഷം മരിച്ചാണ് എൻ്റെ ചന്ദ്രേട്ടൻ രാജ്യത്തിന് പുറത്ത് ഒളിച്ചത്. എന്നിട്ടിപ്പോൾ 55 വയസ്സായപ്പോഴാണ് വീണ്ടും ഒന്നിച്ച് ജീവിക്കാനുള്ള ഭാഗ്യമുണ്ടായത്. ഒരു സ്ത്രീയും ഇത്രയധികം അനുഭവിച്ചിട്ടുണ്ടാവില്ല. ഒരു ഭർത്താവും തെറ്റ് ചെയ്യാതെ ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നും അകന്നു നിന്നിട്ടും ഉണ്ടാവില്ല. നീ ആയിരുന്നില്ല ഷാരി അവൻ്റെ തലമണ്ട അടിച്ചു പൊട്ടിക്കേണ്ടത്, ഞാനായിരുന്നു. പല തവണ വിഷം കൊടുത്ത് കൊല്ലാൻ കരുതിയതാ. പിന്നെ ഭർത്താവും മക്കളും മരുമകളും പറഞ്ഞു ഞാനത് ചെയ്യാൻ പാടില്ലെന്ന്. അതുകൊണ്ട് മാത്രാ ചെയ്യാതിരുന്നത്. ഇനി അയാളുടെ ഏറ്റവും വലിയ ശത്രു ഞാനാ. അയാൾ അറിയാതെ തന്നെ അയാളെ ഞാൻ കൊല്ലും, ഷാരി പറയാം. അതും പറഞ്ഞ് ഷാരി അവിടെ നിന്നും പോയി. പിന്നെ കാണിക്കുന്നത് കല്യാണിയുടെ അച്ഛനെയും അവരുടെ അമ്മയെയുമാണ് പിന്നെ കാണിക്കുന്നത്. മോനെ പ്രകാശ, എഴുന്നേൽക്ക്, ഇന്നാ കട്ടൻ ചായ കുടിക്കേ. അമ്മേ, അവനിപ്പോൾ എന്ത് ചെയ്യായിരിക്കും അമ്മേ അവിടെ? എനിക്ക് ഒന്ന് അവനെ പോയി കാണണം അമ്മേ. അമ്മ പറയാണ്, നിനക്ക് പുറത്തോട്ട് പോകാനുള്ള ആരോഗ്യമൊന്നും ആയിട്ടില്ല മോനെ. അമ്മേ, അത് അറ്റാക്ക് വന്ന് ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ശരിയായിക്കോളും. അതുമല്ല, ആശുപത്രി കുറച്ച് ദിവസം കിടന്നതല്ലേ ഞാൻ. ഇതൊക്കെ ശരിയായി കാണും. പിന്നെ ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ നടക്കണം എന്നാണ്. അവിടം വരെ നടക്കാൻ പറ്റുമോ? അല്ല അമ്മേ, ആ ബാലേട്ടനോടൊന്നിങ്ങ് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങേരി വണ്ടിയിൽ തന്നെ ജയിൽ വരെ കൊണ്ടുവിടും. പിന്നെ ഒന്നവനെ കണ്ടതിന് ശേഷം വല്ല ഓട്ടോയിലോ അല്ലെങ്കിൽ നടന്നോ തിരിച്ചു വരാം. അമ്മയുടെ ഇരുന്നാൽ ശരിയാവില്ല, വല്ല ജോലിയും തരപ്പെടുത്തണ്ടേ? തൽക്കാലം ഇനി ജോലിയൊന്നും തരപ്പെടുത്തണ്ട. നിനക്ക് വേണ്ടത് രാവിലെ വല്ലതും ഞാൻ വെച്ചിട്ട് പോയിക്കോളാം. പിന്നെ വൈകിട്ട് വരുമ്പോൾ ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരാം. പിന്നെ വലിയ ചിലവൊന്നുമില്ലല്ലോ. പിന്നെ മാസം എന്തെങ്കിലും കിട്ടത്തില്ലയോ? അത് മതി മരുന്ന് വാങ്ങിക്കാനും തൽക്കാലം നമുക്ക് ജീവിക്കാനും, അവൻ്റെ അമ്മ പറഞ്ഞു. എന്തായാലും ഒരു 2-3 മാസത്തേക്ക് നീ എങ്ങോട്ടും പോകണ്ട. പിന്നെ ഞാനിവിടെ ചുമ്മാതിരുന്നിട്ട് അമ്മ വല്ല വീട്ടിലും പോയി കഷ്ടപ്പെടാനോ? അങ്ങനെ എത്ര കാലാ മോനെ നീ അവനെ കാണുമ്പോൾ ജയിലിൽ നിന്ന് അവൻ ഇറങ്ങി വരുമ്പോൾ ജീവിക്കാൻ പറ. ആൺമക്കളല്ലേ, ഒരു പ്രായം കഴിയുമ്പോൾ കുടുംബം നോക്കേണ്ടത്. എല്ലാം പോയില്ലേ, ഇനിയെങ്കിലും അവൻ്റെ കണ്ണ് തെളിയുമെങ്കിൽ തെളിയട്ടെ. അവൻ്റെ കാര്യമല്ല അമ്മേ, ആ കല്യാണി എന്ന് പറയുന്നവളോടും ആ കിരണിനോടും മുൻ ഭാര്യയായ താരയോടും ഉള്ള ദേഷ്യമുണ്ടല്ലോ, അതൊരിക്കലും എനിക്ക് പോകത്തില്ല. ആ ദേഷ്യം ഒരിക്കലും എനിക്ക് പോകത്തില്ല. പിന്നെ എൻ്റെ മോൻ്റെ ആദ്യ ഭാര്യയായ സോണിയോടും. അവൾ എന്തൊക്കെയാ എൻ്റെ മോനോട് കാണിച്ചേ? സ്വാതി എന്ന് പറയുന്നവളോട് കല്യാണം കഴിക്കാൻ പറഞ്ഞ് എൻ്റെ മോനെ ചതിച്ചില്ലേ? എന്നിട്ടത് മുടക്കിയില്ലേ? അതൊക്കെ കൊണ്ട് ആർക്കാ നഷ്ടം വന്നത് അമ്മേ? നമ്മളെവിടെ കിടന്ന നമ്മളാ അമ്മേ എങ്ങോട്ടാ പോയത്? അതൊന്നും എനിക്കങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല, പ്രകാശൻ പറയുകയാണ്. സോണി, ശരണ്യ, ഇന്നീ പറഞ്ഞ എല്ലാവരും പാഠം പഠിക്കണം. അവർ ചെയ്തതൊന്നും പ്രകാശൻ മറക്കത്തില്ല. അമ്മ, എന്നാൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ വേണ്ടതുപോലെ ചെയ്. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇത്രയും നാൾ പകയും പ്രതികാരവുമായിട്ട് നടന്നു. എന്നിട്ട് തോറ്റത് നമ്മളാ. ഒരു കാര്യം നീ മനസ്സിലാക്കണം. ഞാനും നീയും കൂടെ കല്യാണി വയറ്റിലുള്ള സമയത്ത് വിഷം കൊടുത്തതാ കൊച്ചിനെ കൊല്ലാനായിട്ട്. അങ്ങനെയാണ് അവളുടെ ശബ്ദം പോയത്. ഇനി ആര് അല്ലെന്ന് പറഞ്ഞാലും അതാണ് സത്യം. എന്നിട്ട് കല്യാണി ജനിച്ചില്ലേ, അവൾ വളർന്നില്ലേ?
പടർന്ന് പന്തലിച്ചില്ലേ. പിന്നീട് നേടാവുന്നതൊക്കെ അവൾ നേടി. അവൾക്ക് ശബ്ദവും കിട്ടി. അപ്പോഴെങ്കിലും നമ്മൾ മനസ്സിലാക്കണം ദൈവം അവളുടെ കൂടെയാണെന്ന്. നമ്മളുടെ കൂടെ അല്ല. എന്നിട്ടും നമ്മൾ മാറാത്തത് നമ്മുടെ കയ്യിലെ കുഴപ്പം കൊണ്ടാ. അമ്മയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? തീർന്നോ? നമ്മളെ ഈ ഗതിയിലാക്കിയവരുടെ അവരോടുള്ള വിദ്വേഷവും ദേഷ്യവും ഒക്കെ അമ്മയ്ക്ക് തീർന്നോ? അമ്മ ഇങ്ങനെയൊന്നും പറയരുത്. അവളെക്കുറിച്ചുള്ള ഒരു നല്ല വർത്താനം പോലും അമ്മ പറയുന്നത് കേൾക്കാൻ പറ്റില്ല. പിന്നെ പ്രകാശൻ ജയിലിലെത്തി വിക്രമിനെ കാണാൻ വേണ്ടിയിട്ട്. അച്ഛാ അച്ഛാ അവൻ വിളിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയാം, എന്തോന്നാടാ മോനെ ഇത്? മുഖത്ത് ആകെ മൊത്തം പാടാണല്ലോ മോനെ. രക്തവും ഒഴുകുന്നുണ്ടല്ലോ. നിന്നെ ആരെങ്കിലും ഇവിടെ തല്ലിയോ? വരുന്നവരും പോകുന്നവരും ഒക്കെ തല്ലുക. അവർ തല്ലാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആര്? വേറെ ആരാ? അച്ഛൻ്റെ രണ്ടാമത്തെ മകള്. അവൾക്ക് ഒരുപാട് ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ. ഒരുപാട് സ്വാധീനവും പണവും ഉണ്ട്. അച്ഛാ, അവർ വിചാരിച്ചാൽ ജയിൽ പുള്ളികൾ മാത്രമല്ല, ജയിൽ വാർഡന്മാരെയും സൂപ്പർമാരെയും ഒക്കെ കയ്യിലെടുക്കും. അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട്? ഇങ്ങനെ ആവാൻ വയ്യ. 3-4 ദിവസം ആശുപത്രി കിടന്നു. നിനക്കറിയോ? തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഇരിക്കാൻ സമാധാനമില്ല. കാണാൻ കൊതി തോന്നി. അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നേ. എന്നാ നിന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയെങ്കിലും ദ്രോഹിച്ചോട്ടെ. ജയിലിൽ കയറി അറപ്പ് മാറി എന്നറിഞ്ഞാൽ ഇവിടെ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ല. എൻ്റെ മനസ്സിൽ പ്രതികാരത്തിൻ്റെ കനലുണ്ട്. അതെരിഞ്ഞു തീർക്കാൻ പോകുന്നത് ആ കല്യാണിയോടും കിരണിയോടും ഒക്കെ ആയിരിക്കും. അതുപോലെ സോണിയെയും ആൽബിയെയും അതും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. നീ എന്ത് ചെയ്യാൻ പോവാ? കൊല്ലാനോ? ഒന്നും മോഷിച്ചൊക്കെ അല്ലടാ നീ ജയിലിൽ വന്ന് കിടക്കുന്നേ. വെറുതെ വിടില്ല പോലും. എന്നിട്ട് അച്ഛൻ കരയാണ്. ജയിലിൽ വന്ന് നിൽക്കോ? ജയിലിൽ വന്ന് കിടക്കാനോ? എടാ, എനിക്ക് ഭ്രാന്ത് പിടിക്കുക. നിന്നെ ഇങ്ങനെ ജയിലിൽ കാണാൻ വയ്യ. അവരോടുള്ള കണക്കുകളൊക്കെ എന്നെ ഇങ്ങനെ ആക്കിയതിന് അവരോടുള്ള പ്രതികാരം ഞാൻ ചെയ്തോളാം. എന്താ വേണ്ടെന്ന് വെച്ചാൽ. നിനക്കറിയോ, വയസ്സാം കാലത്ത് അമ്മ അവരുടെ വീട്ടിൽ പണിക്ക് പോവുക. അറിയോ നിനക്ക്? ആ സരയുവിൻ്റെ വീട്ടിൽ. അവർ കല്യാണിയുടെ അയൽവക്കക്കാരല്ലേ? അതേ. അപ്പോൾ കണ്ട് രസിക്കാലോ. വയസ്സാം കാലത്ത് എൻ്റെ അമ്മ പോയി പണിയെടുക്കുന്നതും ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നതും കാണുമ്പോൾ വയ്യാതെ കിടക്കുന്നതും ഒക്കെ കാണാലോ. നമ്മുടെ ജീവിതം അധപതിച്ചതാ മോനെ, അധപതിച്ച്. ഇനി നമുക്ക് ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട കാര്യമില്ല. എൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തിയവരെ അല്ല അച്ഛാ, നമ്മളെ ജീവിതം നഷ്ടപ്പെടുത്തിയവരെ ഒരു കാരണവശാലും ഞാൻ ജീവിക്കാൻ വിടില്ല. ഒന്നും ചെയ്യാൻ പറ്റത്തില്ലടാ നിനക്കും എനിക്കും ഒന്നും. കാരണം എന്തെന്നറിയോ? സ്വാധീനമുണ്ട്, സ്വാധീനം, പണം. നിന്നെ അകത്ത് വെച്ച് തല്ലിക്കുന്നതാരാ? അവളെന്നല്ലേ നീ പറഞ്ഞത്? ഇങ്ങനെ നിന്നെ തല്ലിക്കുന്നത്, അകത്തുള്ളവരുത്തനെ തല്ലിക്കുന്നത് പൈസയുള്ളത് കൊണ്ടാ. തല്ലിക്കൊള്ളും തോറും വീര്യം കൂടും അച്ഛാ. എൻ്റെ മുന്നിൽ രാജകുമാരിയെപ്പോലെ കല്യാണി ജീവിക്കണ്ട. അവളെ കൊന്നിട്ട് ജയിലിൽ കിടന്നാൽ പോലും എനിക്ക് സമാധാനമുണ്ട്. നിർത്ത് നീ. വീണ്ടും ജയിലിൽ കിടക്കാൻ പോവാനോ? അച്ഛാ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് പുറത്തു കൊണ്ടുവരാൻ നോക്ക്. എങ്ങനെയാടാ? എങ്ങനെ ഞാൻ ഈ അവസ്ഥയിൽ? മക്കൾ കരയണ്ട. നിന്നെ എങ്ങനെയെങ്കിലും ഞാൻ പുറത്തു കൊണ്ടുവരും. എനിക്കൊന്നല്ലേ ഉള്ളൂ നീ. നിന്നെ ഞാൻ ഇനി ആർക്കും വിട്ടുകൊടുക്കില്ല. നീ എങ്ങനെയെങ്കിലും പുറത്തു വരും. ഏത് മാർഗത്തിലൂടെയാണെങ്കിലും ആരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും നിന്നെ ഞാൻ പുറത്തു കൊണ്ടുവരും. നിന്നെ ഇങ്ങനെ ഞാൻ ജയിലിൽ കിടക്കാൻ സമ്മതിക്കത്തില്ല മോനെ. നീ വിഷമിക്കണ്ട. അച്ഛൻ പുറത്തു കൊണ്ടുവരും നിന്നെ. അച്ഛനെ ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ ഉറപ്പിച്ചു കൊണ്ട് നടക്കുന്നുണ്ട്. വിഷമിക്കണ്ടടാ, എല്ലാം ശരിയാവും. അച്ഛൻ വളരെ വിഷമത്തോടെ മകൻ്റെ അടുത്തു നിന്നും പോയി. മകനും നല്ല വിഷമമുണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത ഭാഗവുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും see you all.